അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു റമളാൻ എന്ന നമ്മുടെ ഈ പോഡ്കാസ്റ്റ് സീരീസിൽ ഇന്ന് നമുക്ക് ചോദിക്കാനുള്ളത് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ സുന്നത്തുകൾ എന്തൊക്കെയാണ്? അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, സൂചിപ്പിച്ചതുപോലെ നബിചര്യയിലൂടെ നമുക്ക് റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പോഡ്കാസ്റ്റാണല്ലോ ഇത്. അതിൽ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടുള്ള പ്രവാചക ചര്യയാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കണം എന്ന് വളരെ ശക്തമായ നിലക്ക് തന്നെ പറയാറുണ്ടായിരുന്നു. അതിനുള്ളൊരു കാരണം, മതത്തിൻ്റെ അടിസ്ഥാന ബേസ് എന്ന് പറയുന്നത് നോമ്പിൻ്റെ നിയമങ്ങൾ പറയുന്നിടത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഭക്ഷണം ഒഴിവാക്കേണ്ടത്, വെള്ളം ഒഴിവാക്കേണ്ടത്, ഏത് ടൈമിനുള്ളിലാണ് നോമ്പ് സംഭവിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ഖുർആനിൽ കാണാം. ഫകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ്യക്തമായും ഫജ്ർ വെളിവാകുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയാണ്, രാത്രിയിൽ 2 ബാങ്ക് കൊടുക്കും. ഒന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്കാണ്. ഇതെന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത്താഴം കഴിക്കാനുള്ള ആളുകളെ ഓർമ്മപ്പെടുത്താനും ആരെങ്കിലും വിത്ർ നമസ്കരിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കാനാണ് ഈ ബാങ്ക് കൊടുക്കുന്നത്. ഫജ്റിൻ്റെ സമയത്ത് ബാങ്ക് കൊടുക്കുന്നത് ഉമ്മു മക്തൂം, അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്നറിയപ്പെടുന്ന സഹാബിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നാൽ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൈകളെ ഭക്ഷണ തലകയിൽ നിന്ന് ഉയർത്തണം എന്ന് പറഞ്ഞാൽ മാക്സിമം അതുവരെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ ഫജ്റായി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ചു മുന്നേ തന്നെ നിർത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ പല ആളുകളും റമളാനായി കഴിഞ്ഞാൽ സുബൈ ബാങ്ക് നേരത്തെയാക്കും. അതൊരു സൂക്ഷ്മതയുടെ പേരിലാണ്. അത്തരം സൂക്ഷ്മതകളെ പ്രവാചകൻ അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാമിൽ എന്താണോ ഉള്ളത് അതങ്ങനെ തന്നെ മതി. നമ്മുടേതായിട്ടുള്ള ഒരു കാര്യം പ്രത്യേകം വേണ്ടതില്ല. അതിനുശേഷം അപ്പോൾ നോമ്പ് നോൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയും മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. നമ്മുടെ പ്രയാസം ചുരുക്കലാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ, നിങ്ങൾ രാത്രി വരെ നോമ്പ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ രാത്രി തുടങ്ങിക്കഴിയുന്നത് വരെ മതി. രാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കാൻ ധൃതി കാണിച്ചിരുന്നു. ഒരിക്കലൊരു യാത്രയിൽ അബ്ദുല്ലാഹിബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു യാത്രയിൽ സൂര്യൻ അസ്തമിച്ചു, പക്ഷേ വെളിച്ചമുണ്ട്, പക്ഷേ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കുന്ന ആളോട്, യാ ഫുലാൻ ഇൻസിൽ ഇജ്ദഹ്ലന, താങ്കൾ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി നോമ്പ് തുറക്കാനുള്ളത് തയ്യാറാക്കണം, വിഭവങ്ങൾ തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നബിയോട് പറയാണ്, നബിയെ അലൈക നഹാറൻ, ഇനിയും പകൽ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ലൗ അംസൈത്ത്, കുറച്ചുകൂടി ഒന്ന് വൈകുന്നേരം ആയിക്കോട്ടെ. നമ്മുടെ സമൂഹത്തിലുള്ള ചിന്ത. അതെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞ അയാളോട്, യാ ഫുലാൻ ഇൻസിൽ ഇജ്ദഹ്ലന, 3 തവണ ആവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വസ്വാസിന് പ്രസക്തിയില്ല. നമ്മുടെ നാട്ടിൽ പല ആളുകളും ഈ വിഷയത്തിലും വസ്വാസ് കാണിക്കുന്നു. സാധാരണയേക്കാൾ വൈകിപ്പിച്ചാണ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത്. 2-3 മിനിറ്റൊക്കെ വൈകിപ്പിച്ചു. അതെ, സൂക്ഷ്മതയുടെ പേരിൽ. അതിൻ്റെ ആവശ്യമില്ല. സൂര്യൻ അസ്തമിക്കുക എന്നുള്ളതാണ് വിഷയം. അത് അസ്തമിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ലാ യസാലുന്നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ജനങ്ങൾ ധൃതി കാണിക്കുന്ന കാലത്തോളം അവർ ഖൈറിലാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ധൃതി കാണിക്കുന്നില്ലെങ്കിൽ അതിൽ ഖൈറില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നീട് അതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഒരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞു നോമ്പ് പെട്ടെന്ന് തുറക്കലാണ് സുന്നത്ത്.
പക്ഷേ അതേ സമയത്ത് ഒരാൾ പെട്ടെന്ന് തുറന്നില്ല എന്ന് വിചാരിക്കുക, അത് ഹറാമല്ല. പക്ഷേ ഹറാമാവുന്നൊരവസ്ഥയുണ്ട്. അതേതാണ്? വിസാല് ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക്കും വൽ വിസാൽ, നിങ്ങൾ വിസാലിനെ സൂക്ഷിക്കണം, അത് പാടില്ല. വിസാൽ എന്ന് പറഞ്ഞാൽ ആ നോമ്പ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പിറ്റേ ദിവസത്തെ ഫജ്റിൽ പ്രവേശിക്കലാണ്. ഭക്ഷണം കഴിക്കാതെ അടുത്ത നോമ്പിലേക്ക് കണ്ടിന്യൂ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയെ ഇന്നക തുവാസിൽ, നിങ്ങൾ വിസാല് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലസ്തു കഹൈ അറ്റിക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം തരുന്നുണ്ട്, ഭക്ഷണം നൽകുന്നുണ്ട്. അതിന് പല വ്യാഖ്യാനങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വിഷയമല്ല ഇപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അനുവദനീയമാണ്. പക്ഷേ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാക്സിമം പോകാൻ പറ്റുന്നത് പിറ്റേ ദിവസത്തെ ഫജ്ർ വരെയുള്ളൂ. അതിനു മുമ്പ് അയാൾ ഭക്ഷണം കഴിക്കണം. ഫജ്റിന് മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം. വിസാല് പാടില്ല. അപ്പോൾ ആ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറയെ കണ്ടിരുന്നത്. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ ധൃതി വെച്ചിരുന്നു, ധൃതി വെക്കാൻ കൽപ്പിച്ചിരുന്നു. യഹൂദരെ പോലെ ആവരുത് എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ഒരു സ്വഭാവമാണ് നോമ്പ് തുറ വൈകിപ്പിക്കുക എന്നുള്ളത്, സമയമായാലും. അപ്പോൾ അത് നമുക്ക് പാടില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴുള്ള ധൃതി വെക്കുന്നതിൻ്റെ ആവശ്യകതയും അതിൻ്റെ സുന്നത്തൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൽ പ്രധാനപ്പെട്ടൊരു സുന്നത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്? നോമ്പ് തുറക്കാൻ വേണ്ടി ഉപയോഗിച്ച പ്രധാന ഭക്ഷണം അതിൻ്റെ എന്തായിരുന്നു? ആ സുന്നത്ത് എന്താ? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ പല നിലക്കുമുള്ള പലഹാരങ്ങളുണ്ടാകും, പല നിലക്കുമുള്ള ജ്യൂസുകളൊക്കെ ഉണ്ട്. അപ്പോൾ പല ആളുകളും ഈ പലഹാരം കൊണ്ട് തുടങ്ങുന്നത് കാണാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ജ്യൂസുകൾ കൊണ്ട്. അവിടെ നബിയുടെ ചര്യയെ നമ്മൾ ഫോളോ ചെയ്യണം. ഹദീസുകളിൽ വന്നിട്ടുള്ളത് കാന യുഫ്തിറു അലാ റൊത്തബാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റൊത്തബാത്തുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ പാകമായ ഈത്തപ്പഴം, അതുകൊണ്ടായിരുന്നു നോമ്പ് തുറന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ പാകമായ ഈത്തപ്പഴമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മറ്റൊന്നിനെ മുന്തിപ്പിച്ചിട്ടില്ല എന്നാണ്. ഇനി പാകമായ ഈത്തപ്പഴം അഥവാ പഴുത്ത ഈത്തപ്പഴമില്ലെങ്കിൽ ഫഇല്ലം തക്കുൻ അലാ തമറാത്തിൻ, അഥവാ ഉണങ്ങിയ കാരക്ക കൊണ്ട്. രണ്ടാമത് തിരഞ്ഞെടുക്കേണ്ടത് ഉണങ്ങിയ കാരക്കയാണ്. ഇനി അതും ഇല്ലെങ്കിൽ ഹസവാത്തി മിൻമ, വെള്ളം കുടിച്ചിരുന്നു എന്നാണ്. ഇതൊരു സുന്നത്താണ്, അതിനൊരു പ്രതിഫലമുണ്ട്. അതിനു പുറമെ അതിന് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കുമ്പോൾ പാകമായ ഈത്തപ്പഴമാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. കാരണം ശരീരശാസ്ത്രം പഠിച്ച ആളുകൾ പറയുന്നത് പാകമായ ഈത്തപ്പഴം അതിൻ്റെ ഷുഗറും മറ്റ് കാര്യങ്ങളൊക്കെ ശരീരത്തിലേക്ക് പെട്ടെന്ന് വ്യാപിക്കും. അപ്പോൾ അത്രയും നേരം ഭക്ഷണം കഴിക്കാതിരുന്ന, വെള്ളം കുടിക്കാതിരുന്ന ആൾക്ക് ഒരു എനർജി വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ്. അത് സാവകാശത്ത് കിട്ടുന്നതല്ല. അതേ സമയത്ത് അത്താഴത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിഅമ സുഹൂറുൽ മുഅ്മിനി അത്തമറാത്ത് എന്ന് പറഞ്ഞു. അത്താഴം ഉണങ്ങിയ കാരക്കയാണെങ്കിൽ എത്ര നല്ലത്. അതിനുള്ള കാരണം ഈ ഉണക്കക്കാരക്ക പെട്ടെന്ന് ശരീരത്തിൽ പിടിക്കൂല, പക്ഷേ സാവകാശം അതിൻ്റെ എനർജി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്താഴത്തിന് നമ്മൾ ഉണക്കക്കാരക്ക കഴിച്ചാൽ അത് പിന്നീട് നമ്മുടെ ശരീരത്തിന് എനർജി തന്നുകൊണ്ടിരിക്കും, വൈകുന്നേരം വരെ പിടിച്ചിക്കാനുള്ള എനർജി കിട്ടും. അതെ. അപ്പോൾ ആ വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞ വ്യത്യാസം തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഇനി ഇതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ വെള്ളം കുടിച്ചിരുന്നു. അവിടെ മാത്രമല്ല, നമസ്കാരത്തിന് മുമ്പ് എന്നുള്ളൊരു പ്രയോഗം കൂടി ഈ ഹദീസിലുണ്ട്. ഖബ്ല അൻ യുസല്ലി എന്ന് പറഞ്ഞാൽ മഗ്രിബ് നമസ്കരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഘുവായ നിലക്ക് നോമ്പ് തുറന്നിരുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മറ്റുള്ളതിന് പ്രിഫറൻസ് കൊടുക്കാതെ നല്ല പാകമായ ഈത്തപ്പഴം, അല്ലെങ്കിൽ ഉണങ്ങിയ കാരക്ക, അതുമല്ലെങ്കിൽ വെള്ളം കുടിച്ച് എന്നിട്ട് നമുക്ക് മറ്റു പലഹാരങ്ങളിലേക്ക് കടക്കലാണ് നല്ലത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിനോട് ചേർന്ന് ചോദിക്കട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കുമ്പോൾ നിസ്കാരത്തിന് മുമ്പ് ലഘുവായ നിലക്കുള്ള ഭക്ഷണം കഴിച്ചു എന്നാണ് പറഞ്ഞത്. അതെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പൊതുവേ നമ്മളിവിടെ കണ്ടുവരുന്ന, പ്രത്യേകിച്ച് പല സാഹചര്യങ്ങൾ അതിനുണ്ട്, കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ടെൻറ്റുകളൊക്കെ നോമ്പ് തുറക്കുന്നിടത്ത് കാണാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ സമൂഹ നോമ്പ് തുറ ഒക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ പൊതുവെ മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് തന്നെ പ്രധാന ഭക്ഷണം, ചോറാണെങ്കിൽ ചോറ്, അതുപോലുള്ള ഭക്ഷണങ്ങൾ നിസ്കാരത്തിന് മുന്നേ തന്നെ കഴിക്കുന്നത് കാണാം. അതിന് വല്ല തടസ്സമുണ്ടോ, വിലക്കുണ്ടോ? അതുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ ഒന്ന് വിശദീകരിക്കും. അവിടെ പ്രധാനമായും 1-2 കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നമ്മുടെ പള്ളിയിൽ നമസ്കാരം, അതിന് ഇഖാമത്ത് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്.
അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നമസ്കരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയായിരുന്നു കഴിച്ചിരുന്നത്. എന്നാൽ നമസ്കാരത്തിന് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഹദീസുകളിൽ എവിടെയും കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ആ ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങൾ കഴിച്ചിരിക്കാം. മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ വിരോധമില്ല. കാരണം നമുക്കറിയാം, ഹദീസിൽ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, നോമ്പിന് മാത്രമല്ല നോമ്പല്ലാത്ത സമയത്തും ഒരാൾ വിശന്നിരിക്കുമ്പോൾ അയാളുടെ മുന്നിൽ ഭക്ഷണം വന്നാൽ ആ ഭക്ഷണം കഴിക്കാം എന്നാണ്. ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ പോലും, ശരിക്കും സാധാരണഗതിയിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ പോലും, കാരണം വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം അത് കഴിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ നമസ്കാരത്തിൻ്റെ ഖുശൂഇനെ അത് ബാധിക്കും. അതുകൊണ്ട് തനിക്ക് വിശപ്പ് മാറുന്ന രൂപത്തിൽ, എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കല്ല, ആ ഒരു വിശപ്പിൻ്റെ കാഠിന്യം മാറുന്ന രൂപത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് ജമാഅത്തിൽ പങ്കെടുത്താൽ മതി. അപ്പോൾ പല പ്രഭാഷകന്മാരും നോമ്പ് തുറക്കുന്നവരെ കുറ്റപ്പെടുത്തി വളരെ മോശമാക്കി സംസാരിക്കുന്നത് കാണാം. ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് ജമാഅത്തിന് വൈകുന്നു. അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. കാരണം അവർ നോമ്പുകാരാണ്, വിശന്നിരിക്കുന്ന സമയമാണ്. നോമ്പല്ലാത്ത സന്ദർഭത്തിൽ പോലും, ഉദാഹരണത്തിന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഭക്ഷണം എടുത്തു വെച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ഭക്ഷണം കഴിച്ചിരുന്നു എന്നാണ് സഹാബികൾ. കാരണം എന്താണ്? നബിയുടെ സുന്നത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള ടെൻറ്റുകളിലും മറ്റുമൊക്കെ മെയിൻ ഭക്ഷണം മുന്നിലുണ്ടാവും. നോമ്പുകാർക്ക് അതല്ലാതെ മറ്റൊരു സമയം ഉണ്ടാവില്ല, അതിനുശേഷം ഭക്ഷണം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിച്ചേ മതിയാവും. അതുകൊണ്ട് അവരുടെ വിശപ്പ് മാറുന്ന സമയം അത്രയും അവർക്ക് ഭക്ഷണം കഴിക്കാം. അവരതിൽ ധൃതി വെക്കണമെന്ന് മാത്രം, വളരെ അലസമാക്കിയിടാതെ ധൃതിയോടുകൂടി അത് കഴിച്ച് അവരുടെ വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. അതേ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, റമളാനിലൊക്കെ മഗ്‌രിബിന് ഒരല്പസമയം ഈ നോമ്പ് തുറക്കുന്ന ആളുകളെ നമ്മൾ പരിഗണിക്കണമല്ലോ. ഇസ്ലാം ആ വിഷയത്തിൽ വിശാലത കാണിക്കണം. അപ്പോൾ ഒരല്പസമയം അങ്ങോട്ട് വൈകിപ്പിച്ചിട്ട് ഇഖാമത്ത് കൊടുക്കലാണ് ഖൈർ. അപ്പോൾ എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നതാണ്. പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആ ദാഹവും ക്ഷീണവും മാറാൻ ആവശ്യമായ വെള്ളവും ഈത്തപ്പഴവും ഒന്നോ രണ്ടോ പലഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് ജമാഅത്തിൽ തന്നെ പങ്കെടുക്കുക. അതൊരു വലിയ ഖൈർ തന്നെയാണല്ലോ. റമളാൻ മാസത്തിൽ ആ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുന്നത് ഏതായാലും ഒരു നല്ല കാര്യമല്ല. അപ്പോൾ മാക്സിമം നമ്മൾ ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ലഘുവായി കഴിക്കുക. അതിന് ശേഷം പിന്നീട് തറാവീന് ശേഷമൊക്കെ നന്നായി കഴിക്കലാണ് നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ തറാവീനെ കൂടി നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ തറാവി നമസ്കാരത്തെ അത് ബാധിക്കും. അപ്പോൾ ഓരോ ആളുകളും അവരുടെ ഒരു പരിതസ്ഥിതി അനുസരിച്ച് ചെയ്യാവുന്നതാണ്. വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കരുത്. ഇസ്ലാം ഇളവ് നൽകിയ കാര്യത്തിൽ പറഞ്ഞ് പേടിപ്പിച്ച് വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കരുത്. അതേസമയത്ത് വിശ്വാസികൾ കൂടുതൽ ഖൈർ നേടിയെടുക്കാനുള്ള വഴികൾ അവർ തേടുകയും വേണം. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്ത്, അതായത് പ്രാർത്ഥനയാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും സ്വഹീഹായ നിലക്കുള്ള പ്രാർത്ഥന ഏതാണ് എന്ന്? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. നോമ്പ് തുറന്നു കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയായി പല പ്രാർത്ഥനകളുമുണ്ട്. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു തുടങ്ങിയ ചില പ്രാർത്ഥനകളൊക്കെ അതിൽ ഒന്നുപോലും സ്ഥിരപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ നോമ്പ് തുറന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന എന്നുള്ള നിലക്ക് സ്ഥിരപ്പെട്ടത് ഒരേ ഒരു ഹദീസേ ഉള്ളൂ. അത് ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദാഹം നീങ്ങിയിരിക്കുന്നു, ഞരമ്പുകൾ നനഞ്ഞിരിക്കുന്നു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം സ്ഥിരപ്പെട്ടു. ഇത് ഇമാം അൽബാനിയെ പോലെയുള്ള മുഹദ്ദിസുകൾ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതല്ലാത്ത പ്രാർത്ഥനകളൊന്നും, അതായത് പ്രത്യേകമായ പ്രാർത്ഥന സ്ഥിരപ്പെട്ടിട്ടില്ല. ഇനി അപ്പോൾ അത് പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു, ഇത് എപ്പോഴാണ് ശരിക്കും ചെല്ലേണ്ടത്? ഇത് ഫസ്റ്റ് കാരൊക്കെ തിന്ന പാടന്നെ, ഈത്തപ്പഴം കഴിച്ച പാടന്നെ ചെല്ലേണ്ടതുണ്ടോ, അതല്ല ഭക്ഷണം കഴിച്ചിട്ട് ആണോ ചെല്ലേണ്ടത്? ഓക്കെ, ഇത് നാം ഭക്ഷണം അഥവാ ഈത്തപ്പഴം കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അവസാനത്തിൽ പറയാം, അല്ലെങ്കിൽ ബിസ്മി ചൊല്ലി ആദ്യത്തെ ഈത്തപ്പഴം കഴിച്ചതിന് ശേഷവും പറയാം. കാരണം ഈ പറയുന്നതിലെ പൊരുൾ അവിടെ നടന്നാൽ മതി. ഉദാഹരണത്തിന് ദഹബല്ലമഉ, ദാഹം മാറി. അപ്പോൾ ദാഹം മാറി എന്ന് പറയണം, ദാഹം മാറാൻ മാത്രം വെള്ളം കുടിക്കൽ നല്ലതാണ്. അതേപോലെ തന്നെ വബ്തല്ലത്തുൽ ഉറൂഖ്, ഞരമ്പുകളൊക്കെ നനഞ്ഞു. അപ്പോൾ അത്യാവശ്യം ഒരു വെള്ളവും ഈത്തപ്പഴമൊക്കെ കഴിച്ചതിന് ശേഷം പറയാം. ഇനി തുടക്കത്തിൽ തന്നെ ഒരാൾ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ചില ആളുകൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് പറയും. അത് ശരിയല്ല എന്ന് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷമേ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് അത് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് പറയേണ്ടത്. പിന്നെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യവും മഹത്വമൊക്കെ ഒന്ന് വിശദീകരിക്കുക. മാഷാ അല്ലാ. അഥവാ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ഒന്നുകിൽ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പായിക്കൊണ്ട് അല്ലെങ്കിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം. ഇത് സലഫുകൾ വളരെയധികം മുസ്തഹബായി നല്ലതായി പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ പല ഹദീസുകളും വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസുകളിലൊക്കെ ദുർബലതകളുണ്ട്. പക്ഷേ സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട പലതിലും അഥവാ സ്വഹാബികളിലേക്ക് മൗഖൂഫായ പലതും സ്ഥിരപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ആ പ്രാർത്ഥനയ്ക്കൊരു അസ്ലുണ്ട്, അതിനൊരു പ്രാധാന്യമുണ്ട് എന്നാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ദഅവത്തു സ്വായിം, നോമ്പുകാരൻ്റെ പ്രാർത്ഥന. അത് റമളാനിലും അല്ലാത്ത കാലത്തും ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ്. ഇനി റമളാനിൽ ഓരോ മുസ്ലിമിനും ഉത്തരം നൽകപ്പെടുന്നൊരു പ്രാർത്ഥനയുണ്ട് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലില്ലാഹി ഒത്തഖാഉ ഇൻദ കുല്ലി ഫിത്രിൻ, ലില്ലാഹി ഒത്തഖാഉ ഇൻദ കുല്ലി ഫിത്രിൻ, ഓരോ നോമ്പ് തുറൻ്റെ സമയത്തും അള്ളാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. അതെ, ഈ ഹദീസിനെ ഇമാം അൽബാനി സ്വഹീഹാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ളൊരു സമയം നോമ്പുകാരനാണ്, റമളാനാണ്, ഫിത്തറിൻ്റെ സമയത്ത് അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നു. എങ്കിൽ ആ സമയത്ത് എന്നെ അതിൽ ഉൾപ്പെടുത്തണമേ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ തുടങ്ങിയ നിലക്കുള്ള പ്രാർത്ഥനകളൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു, ഏതൊരു ഇബാദത്തിൻ്റെയും അവസാനത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ്. അപ്പോൾ ഈ വജീകളെല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിന് അഥവാ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു മുസ്ലിമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറയുന്ന ഹദീസുകളുണ്ട്. ആ ഹദീസിന് അസലുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും അതൊരു നല്ല കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കൂടുതൽ പ്രാർത്ഥനകളിൽ മുഴുകാൻ വിശ്വാസികൾ ശ്രദ്ധിക്കുന്നത് ഖൈറാണ് എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാഹു ആലം. അപ്പോൾ ആ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അതെ, ആൾക്കാർ ശ്രദ്ധിക്കണം. കാരണം പൊതുവേ നോമ്പ് തുറക്കാനുള്ള ഒരു തത്രപ്പാടും അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ആ സമയത്തുള്ള ഒത്തുകൂടലും വർത്താനൊക്കെ ആയിട്ട് അതെ, ആളുകൾ പലപ്പോഴും അശ്രദ്ധമാവാറുണ്ട്. എന്ന് മാത്രമല്ല ആ സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത്. ബാങ്കിന് ഇജാബത്ത് കൊടുക്കലും അതിനുശേഷമുള്ള ദുആയും വലിയ പ്രാധാന്യമുള്ളതാണ്. വാജിബൊന്നുമല്ല. ഒരാളത് ചൊല്ലിയില്ല എന്നതുകൊണ്ട് നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല. പലപ്പോഴും നോമ്പ് തുറക്കുന്ന തിരക്കിൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോയേക്കാം. എന്നാലും മാക്സിമം അതൊക്കെ ശ്രദ്ധിക്കൽ വളരെ നല്ലതാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മളെ ആരെങ്കിലും നോമ്പ് തുറക്കാൻ വേണ്ടി വിളിച്ചു, അപ്പോൾ ആ നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടി വല്ല പ്രത്യേകമായ പ്രാർത്ഥനകളുമുണ്ടോ? ആ വിഷയത്തിലുള്ള തീർച്ചയായും സുന്നത്തുകൾ എന്താ? തീർച്ചയായും നമുക്കറിയാം, നോമ്പ് തുറപ്പിക്കുന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. മൻ ഫത്തറ സായിമൻ, ആരാണോ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നത്, കാന ലഹു മിസ്ലു അജ്രിഹി, ആ നോമ്പ് തുറന്ന ആളുടെ അതേ പ്രതിഫലം തുറപ്പിച്ച ആൾക്ക് ലഭിക്കും. അപ്പോൾ മാക്സിമം ആളുകൾ നോമ്പ് തുറപ്പിച്ചാൽ അത്രയും പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഖൈറാണ് യഥാർത്ഥത്തിൽ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അവിടെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്, അതുവരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈത്തപ്പഴം മാത്രം കൊടുത്താലും നോമ്പ് തുറപ്പിക്കലാണ്. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കൾ പറഞ്ഞത് ഒരു നോമ്പുകാരൻ്റെ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈത്തപ്പഴം മുതൽ തന്നെ തുടങ്ങിക്കോട്ടെ, നമുക്കൊരു ഇഷ്കാലിൻ്റെ ആവശ്യമില്ല. കാരണം നോമ്പ് ആദ്യം തുറക്കുന്ന ഈത്തപ്പഴം കൊണ്ടാണ്. അപ്പോൾ നല്ല ഈത്തപ്പഴം കൊടുക്കുക, വെള്ളം കൊടുക്കുക, പിന്നീട് അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറുവോളം ഭക്ഷണം കൊടുക്കുക. അതാണ് ശരിക്കുള്ള സമ്പൂർണ്ണമായ നോമ്പ് തുറപ്പിക്കൽ. അതെ, അത് പൂർണ്ണമാവുന്നുള്ളൂ. നേരെ മറിച്ച് ഈത്തപ്പഴം കൊടുത്ത് എന്നിട്ട് നോമ്പ് തുറന്നല്ലോ, എനിക്ക് കൂലി കിട്ടി, മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഒരു ശരിയല്ല. വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ നമ്മൾ നോമ്പ് തുറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്തു നിന്നാണോ നോമ്പ് തുറന്നത് അവർക്ക് വേണ്ടി പൊതുവേ ഉള്ള പ്രാർത്ഥന ഉണ്ട്. അഥവാ അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഅഫ്വൻഹും വഗ്ഫിർ ലഹും അല്ലാഹുമ്മ അത്ഇമൻ അത്അമന വസ്ഖിമൻ സഖാന എന്ന് തുടങ്ങിയ ഏത് സമയത്ത് നമുക്കൊരാൾ ഭക്ഷണം തന്നാലും അവർക്ക് വേണ്ടിയുള്ള ദുആണത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ, ഞങ്ങളെ കുടിപ്പിച്ചവരെ നീ കുടിപ്പിക്കണേ റബ്ബേ, അവർക്ക് നൽകിയതിൽ നീ ബർക്കത്ത് നൽകണേ, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ. ഇതൊക്കെയാണ് ആ പ്രാർത്ഥനയുടെ കണ്ടൻറ്റ്. അത് നോമ്പിനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞിരുന്നു, അഫ്തറ ഇൻദകും സ്വായിമുൻ, നിങ്ങളുടെ അടുക്കൽ വെച്ച് നോമ്പുകാർ നോമ്പ് തുറന്നിരിക്കുന്നു. വ അക്കല ത്വആമക്കുമുൽ അബ്റാർ, പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. വസല്ലത്ത് അലൈക്കുമുൽ മലായിക്ക, മലക്കുകൾ നിങ്ങൾക്ക് സ്വലാത്ത് നേർന്നിരിക്കുന്നു, പ്രാർത്ഥിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാചകം കൂടി അതിനോട് കൂട്ടിച്ചേർക്കുന്നത് വളരെ ഖൈറാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുസ്തകത്തിൽ പറഞ്ഞത്. അതെ. ഇനി നോമ്പ് എന്ന് പറയുന്നത് ഖുർആനിൻ്റെ മാസമാണ് എന്നതാണ്. അതെ.
ഇപ്പോൾ ഖുർആനിൻ്റെ മാസം എന്ന് പറയുമ്പോൾ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്. ഈ വിഷയത്തിൽ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ ഒരു രീതി എങ്ങനെയായിരുന്നു, നിലപാട് എങ്ങനെയായിരുന്നു? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഇത് റമളാനിൽ വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം റമളാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടുന്ന ഒരു മാസമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. കാരണം നബിക്കാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഖുർആൻ ഓതി കൊടുത്തിരുന്നു, സൂറത്തുകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ അടുക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികവും സംസാരം കുറയ്ക്കുകയും ഖുർആൻ ആയത്തുകൾ ഓതി കൊടുക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയെക്കുറിച്ച് പറയുന്നത് കാന യഖറഉൽ ഖുർആന വയുദക്കിറുന്നാസ്, അധികവും ഖുർആൻ ഓതിയിട്ട് ജനങ്ങൾ ഉത്ബോധിപ്പിക്കും. പല സഹാബികളും പറയുന്നത് സൂറത്തുൽ ഖാഫ് പോലെയുള്ള സൂറത്തുകൾ ഞങ്ങൾ മിമ്പറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത് കേട്ടാണ് പഠിച്ചത് മുഴുവനായിട്ട്. അത്രമാത്രം. അപ്പം നബിയുടെ മിമ്പറിൽ അധികവും ഖുർആൻ പാരായണമായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി ചൊല്ലിയ സൂറത്തുകൾ പോലും നമ്മളൊരു പക്ഷേ ഒരുപാട് ദിവസങ്ങളെടുത്ത് ഓതാറുണ്ടാവില്ല. സൂറത്തുൽ സുമർ, സൂറത്തുൽ ഇസ്ര, സൂറത്തുൽ സജ്ദ, അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതാണ് എന്നത് നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കിയെന്ന് അറിയില്ല. അതെ. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്, സൂറത്തുൽ കാഫിറൂൻ, ആയത്തുൽ കുർസി, ആമന റസൂൽ, ഇതൊക്കെ നബി ഉറങ്ങാൻ പോകുമ്പോൾ ചൊല്ലുന്ന സൂറത്തുകളായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനി, എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർത്തിരുന്നു. ഉലമാക്കൾ പറയുന്നത് ആ ദിക്റിൽ പ്രധാനപ്പെട്ടത് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏത് സമയവും ഖുർആൻ ഓതുന്ന പ്രകൃതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതിനു പുറമെ രാത്രി നമസ്കാരത്തിൽ സുദീർഘമായി ഖുർആൻ ഓതുമായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ ഒരിക്കൽ നബിയുടെ കൂടെ കൂടി സൂറത്തുൽ ബഖറ, സൂറത്തു ആൽ ഇമ്രാൻ, സൂറത്തു നിസാ, ഇത്ര വലിയ സൂറത്തുകളാണ്. അത് ടോട്ടൽ ജമ്മ ചെയ്താൽ 5 ജുസുവിൻ്റെ മേലുണ്ടാവും. ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പാരായണം ചെയ്യാണ്. ഈ പകൽ ഓതിയതിന് പുറമെയുള്ളതാണ് പറയുന്നത്. പിന്നെ 5 വക്ത് നമസ്കാരങ്ങളിൽ രാത്രി 3 നമസ്കാരത്തിൽ അത്യാവശ്യം ദീർഘമായി ഓതിയിരുന്നു. ഫജറിന് നന്നായി ഓതിയിരുന്നു. അതേപോലെ തന്നെ ഇഷ, മഗ്രിബ്, ഇതിനൊക്കെ ഓതിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പൊതുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ഖുർആൻ ഓതിയിരുന്നു. മറ്റുള്ളവരോട് ഓതാൻ പറഞ്ഞത് കേൾക്കുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നബിയെ നിങ്ങൾക്കല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, ഞാൻ ഓതിത്തരണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണെന്ന്. പല സ്വഹാബികളും പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതുന്നത് അവരറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു നിന്ന് ഒളിച്ച് കേട്ടിരുന്നു എന്നാണ്. ഇതിലൊക്കെ പല സുന്നത്തുകളുണ്ട്. അതെ അതെ. ഒരു നല്ലൊരു ഓത്ത് കേൾക്കുക എന്നുള്ളതിൽ പോലും വലിയ മഹത്വമുണ്ട്. വലിയ മഹത്വമുണ്ട്. റമളാനിൽ നമ്മൾ ഓതുക. ഇനി ഓതുമ്പോൾ ക്ഷീണം തോന്നിയാൽ ഖുർആൻ പ്ലേ ചെയ്ത് വല്ല ഖിറാത്തും കേൾക്കുക, ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഇതാണ് പൊതുവെ റമളാനായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്ക് ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വക്കാന യൽഖാഹു ജിബ്രീലു അലൈഹിസ്സലാം ഫീ കുല്ലി ലൈലത്തിൻ മിന റമദാൻ ഫയുദാരിസുൽ ഖുർആൻ. റമളാനിൻ്റെ എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയെ കാണുന്നു. ഫയുദാരിസുൽ ഖുർആൻ, ആ വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഖുർആൻ പഠിപ്പിച്ചിരുന്നു എന്നാണ്. അപ്പോൾ കേവല പാരായണം മാത്രമല്ല, പഠനവും കൂടിയുണ്ട് റമളാനിൽ. എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആദ്യം മുതൽ അവസാനം വരെ എല്ലാ റമളാനിലും ഞാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഖുർആൻ ഒത്തു നോക്കിയിട്ടുണ്ട്. എൻ്റെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലും നബിയുടെ ഭാര്യമാരോട്, അതേപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടൊക്കെ പറഞ്ഞത്, ഇത്തവണ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 2 തവണ എനിക്ക് മുഴുവനായി ഓതി തന്നിട്ടുണ്ട്, ഞാൻ തിരിച്ചു ഓതി കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഇതെൻ്റെ അവസാനത്തെ റമളാനാണ്. അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും രാത്രിയിൽ പ്രത്യേകം ഖുർആൻ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതുക, പഠിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, ഇങ്ങനെ ഖുർആനുമായി നിരന്തരമായൊരു ബന്ധം അവിടെ വലിയൊരു പോയിന്റ് ഉണ്ട് റമളാനിൽ ഉണ്ടാവണം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സഹാബത്തിനെ ഖുർആൻ ഓതി പഠിപ്പിച്ചു കൊടുത്തത്. അതെ അതെ. പക്ഷേ ആ റസൂലുള്ള ഓരോ റമളാനിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രത്യേകം അത് ഓതി കൊടുത്തിരുന്നു. അതെ, ഒരു അച്ചടക്കമുള്ള വിദ്യാർത്ഥിയെ പോലെ അങ്ങനെ ഇരുന്ന് ഓതി കൊടുത്തിരുന്നു. ആ ഓത്താണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവസാനത്തെ ആ
2 തവണ ഓതിയതിന് സാക്ഷിയാണെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം ഖുർആനിൽ അതിൻ്റെ ഖിറാഅത്തിലും മറ്റുമൊക്കെ മറ്റുള്ളവരെക്കാളൊക്കെ നൈപുണ്യം നേടിയ ഒരവസ്ഥ ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ഒരു വലിയ ബന്ധം റമദാനിൽ ഉണ്ടാകണം. കൂടുതൽ ഖത്മുകൾ തീർക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ സുബഹിക്ക് ഖുർആൻ ഓതാനിരുന്നാൽ ഒരുപാട് നേരം ഇരുന്ന് ഓതിയിട്ടായിരുന്നു എഴുന്നേറ്റിരുന്നത് എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ ഓരോ രാത്രിയിലും ഒരു ഖത്മായിരുന്നു നമസ്കാരത്തിൽ. 2 ഖത്മ് തീർത്തവരുണ്ട്, പകലും രാത്രിയിലും. അതിൽ കൂടുതൽ ഖത്മുകൾ തീർത്തവരുണ്ട്. ഒരു റമദാൻ കഴിയുമ്പോഴേക്ക് 60ഉം 90ഉം ഖത്മുകളാണ് സലഫുകൾ തീർത്തിരുന്നത്. അപ്പോൾ കാലഘട്ടമൊക്കെ മാറി. എന്നിരുന്നാൽ പോലും സാധിക്കുന്നത്ര നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഒഴിവാക്കി, മൊബൈൽ ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കി, അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നമുക്കും ഇതേപോലെ മാക്സിമം ഖത്മുകൾ തീർക്കാനും ഖുർആനിൻ്റെ തഫ്സീറുകളൊക്കെ വായിക്കാനുമൊക്കെ അവസരം ലഭിക്കും. എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് സാന്ദർഭികമായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ അനുഭവം, അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ മദ്രസയിലൊക്കെ പഠിക്കുന്ന കാലത്ത് കൃത്യമായിട്ട് ഖുർആൻ 2 തവണയൊക്കെ ഖത്തം തീർക്കുന്ന ഒരു രീതി മദ്രസകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ മുതിർന്ന ആളുകളായി കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ ഖത്മുകൾ ഓതിക്കൊടുക്കാനുള്ള ഒരു സമ്പ്രദായം നമ്മുടെ മഹല്ലുകളിലൊന്നും പൊതുവെ കാണുന്നില്ല. യഥാർത്ഥത്തിൽ അത് നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാവണം എന്നതാണ് യഥാർത്ഥത്തിൽ നല്ലതാണ്. ഖുർആൻ ഓതുക, ഓതി കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഓതി കൊടുത്തിരുന്നു. അപ്പോൾ ആ നിലക്ക് ഒരു ഓതുകയും മറ്റൊരാൾ ഓതി കേൾക്കുകയും അതൊക്കെ സലഫുകൾക്കിടയിൽ വ്യാപകമായിരുന്നു. ഇന്നത് കുറഞ്ഞിട്ടുണ്ട് എന്ന് ആണ് കാണാൻ കഴിയുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇനി ഇപ്പോൾ അവസാനത്തെ 10ലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഇപ്പോൾ ഏതാണ്ട് റമദാൻ അതിൻ്റെ പകുതിയുടെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ. ഈ അവസാനത്തെ 10മായി ബന്ധപ്പെട്ട് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കാനുള്ള സുന്നത്തുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഒരു പ്രത്യേകമായ ശ്രദ്ധ, അതൊക്കെ ഒന്ന് വിശദീകരിക്കും. തീർച്ചയായും. കാരണം റമദാനിലെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ നിർണായകമാണ്. കാരണം നിർണയത്തിൻ്റെ രാത്രി, ഖദറിൻ്റെ രാത്രി അവസാനത്തെ 10ലാണ്. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ കാണാം, കാന യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ മാ ലാ യജ്തഹിദു ഫി ഗൈരി. റമദാനിൽ തന്നെ മറ്റ് 20 ദിവസങ്ങളിലില്ലാത്ത അധ്വാനം അവസാനത്തെ 10 ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു എന്നാണ്. ഐഖള അഹ്ലഹു, കുടുംബത്തെയൊക്കെ എഴുന്നേൽപ്പിക്കും രാത്രിയിൽ. വ അഹിയ ലൈലഹു, രാത്രിയെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഉറങ്ങൂല, അല്ലെങ്കിൽ അധിക ഭാഗവും ഉറങ്ങുകയില്ല. വശദ്ദ മിസ്റഹു, തുണി മുറുക്കി കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഭാര്യമാരിൽ നകന്നു നിൽക്കും, ഇബാദത്തുകളിൽ മുഴുകും. അധ്വാനമായിരുന്നു. കുടുംബത്തൊക്കെ അതിൽ ഭാഗവാക്കാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുള്ള കാരണം ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം റമദാനിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത റമദാൻ വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാറുണ്ട്. അത് അറിയിക്കുമ്പോൾ ലൈലത്തുൽ ഖദറിനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നാണ്. ഇതാ റമദാൻ മാസം വരുന്നുണ്ട്, ഇതിൽ ലൈലത്തുൽ ഖദർ എന്നൊരു രാത്രിയുണ്ട്, അത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്, അത് നഷ്ടപ്പെടുത്തുന്നവൻ വലിയ ദൗർഭാഗ്യവാനാണ്, അതുകൊണ്ട് ഒരിക്കലും അതിനെ നഷ്ടപ്പെടുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന് മുമ്പ് തന്നെ ലൈലത്തുൽ ഖദറിനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് സജീവമായിരുന്നു നബിയുടെ അവസാനത്തെ 10. ഇജ്തിഹാദായിരുന്നു. അതിൽപ്പെട്ടതാണല്ലോ നമുക്കൊക്കെ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തികാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ആദ്യത്തെ 10 ദിവസമാണ് ഇരുന്നത്, പിന്നെ രണ്ടാമത്തെ 10ലാണ് ഇരുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈലത്തുൽ ഖദർ 3ാമത്തെ 10ലാണെന്ന് എനിക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി എല്ലാവരും അവസാനത്തെ 10ൽ ഇഅ്തികാഫ് ഇരിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു പോയിൻ്റ് കൂടി ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നത് പോലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു. അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അതിന് ഇഅ്തികാഫ് സഹായിക്കും. കാരണം ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ അർത്ഥം തന്നെ ഭജനമിരിക്കുക എന്നാണ്. മറ്റു ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച്, ദുനിയാവുമായിട്ടുള്ള കെട്ടുപാടുകളൊക്കെ വിച്ഛേദിച്ച് അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്ന് ദിക്റുകളും ദുആകളും ഖുർആനിൻ്റെ ഖിറാഅത്തും പ്രാർത്ഥനകളും മറ്റ് നന്മകളുമായി പള്ളിയിൽ തന്നെ ഇരിക്കുക. അതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ൽ കൃത്യമായി ഇഅ്തികാഫ് ഇരുന്നിരുന്നു. മരിക്കുന്നത് വരെ ഇരുന്നിരുന്നു. നബിയുടെ ഭാര്യമാരും നബിയുടെ കൂടെ ഇരുന്നിരുന്നു. നബിയുടെ കാലശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ റളിയല്ലാഹു അൻഹുൻ, അവരും ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉസ്താദ് ഇഅ്തികാഫിൻ്റെ പ്രാധാന്യം പറഞ്ഞു.
ശരിക്കും എന്താണ് ഈ എഴുത്തിക്കാഫ്? അതിൻ്റെ ഒരു ശരിയായ നിർവചനം എന്താണ്? അത് എവിടെ ഇരുന്നാലാണ് സാധ്യമാകുക? സാധാരണ പള്ളികളിൽ ഇത്തികാഫ് ഇരുന്നാൽ ഇത്തികാഫായി പരിഗണിക്കപ്പെടുമോ? അതല്ല ജുമാ നടക്കുന്ന പള്ളികളിൽ തന്നെ പോകണോ? അതല്ല വേറെ വല്ല സ്ഥലങ്ങൾക്കാണ് അതിന് പ്രാധാന്യമുള്ളത്? ഒന്ന് വിശദീകരിക്കും. മാഷാ അല്ലാ. ഞാൻ പറഞ്ഞു എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചു, യഥാർത്ഥത്തിൽ എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ ബന്ധങ്ങൾ മുറിച്ചുകൊണ്ട് അള്ളാഹുവുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ഇരുത്തമാണ്. അത് പള്ളിയിലേ പറ്റുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ കാണാം, വ അൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ മസ്ജിദുകളിൽ എത്തിക്കാഫ് ഇരിക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീടുകളിൽ വെച്ച് പറ്റൂല, മസ്ജിദുകളിലായിരിക്കണം. മാത്രമല്ല അത് പുറത്തു പോകാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ജുമാ നടക്കുന്നിടത്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ജുമായുള്ള പള്ളി. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സംശയം ചോദിക്കും, അപ്പോൾ പള്ളികളിലേ പാടുള്ളൂ എന്നാൽ ചിലർ ചോദിക്കാറുണ്ട്, വീട്ടിൽ തന്നെ ചില ആൾക്കാർ പള്ളി മുറി എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക മുറി, നിസ്കാര മുറിയൊക്കെ ആയിട്ട് വേർതിരിക്കും. അവിടെ സ്ത്രീകളെ പോലുള്ള ആളുകൾ അവിടെ ഇർത്തികാഫ് ഇരുന്നാൽ ശരിയാകുമോ എന്നൊരു സംശയം. ഇല്ല, അതായത് അത് വീട്ടിലുള്ള പള്ളി എന്ന് പറയുന്ന മസ്ജിദ് എന്ന് പറയുന്നത് മുസല്ല മാത്രമാണ്, നിസ്കരിക്കുന്ന സ്ഥലമാണ്. പൊതുവായ പള്ളിയുടെ ജുമാ ജമാഅത്തുകൾ നടക്കുന്ന പള്ളിയുടെ ഹുക്കം അതിന് ബാധകമല്ല. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഹുത്തുബയും ജമാഅത്തും ഒന്നും നടന്നാൽ ശരിയാവില്ല. അപ്പോൾ എത്തിക്കാഫ് പൊതുവായ പള്ളിയിൽ ജുമാ ജമാഅത്തുകൾ നടക്കുന്ന പള്ളിയിലാണ് എത്തിക്കാഫ് ഇരിക്കേണ്ടത്. അത് തന്നെ ജുമാ ഉള്ള പള്ളിയിലായിരിക്കണം ഇരിക്കേണ്ടത് മാക്സിമം. ഇനി ഒരു നിലക്കും തൻ്റെ പരിസരങ്ങളിൽ എവിടെയും ജുമാ ഉള്ള പള്ളിയില്ല എങ്കിൽ അയാൾക്ക് അത്തരമൊരു സാഹചര്യത്തിൽ മാത്രം ഇളവ് നൽകിയിട്ടുണ്ട്. അതേപോലെ അത്യാവശ്യങ്ങൾക്കേ പുറത്തു പോകാൻ പാടുള്ളൂ, ടോയ്ലറ്റ് പോലുള്ള ആവശ്യങ്ങൾ. ഇതിനല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക്, ഭൗതികമായ ആവശ്യങ്ങൾക്ക് പുറത്തു പോകാൻ തന്നെ പാടില്ല. കാരണം അത് ഇത്തിക്കാഫിൻ്റെ തത്വത്തിന് എതിരാണ്. അപ്പോൾ ആ നിലക്ക് പരിപൂർണമായും അള്ളാഹുവുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പള്ളിയിലാണ് ഇരിക്കേണ്ടത്. ജുമാ ഉള്ള പള്ളികളിൽ തന്നെയാണ് അതിരിക്കേണ്ടത്. സ്ത്രീകൾക്കും ഇത്തിക്കാഫ് ഇരിക്കാം, അതിൽ തടസ്സമില്ല എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവസാനത്തെ 10 നിർണായകമാണ്. അത് 10 ദിവസവും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. ഒറ്റട്ട രാവിൽ കൂടുതൽ പ്രതീക്ഷിക്കാമെന്നേ ഉള്ളൂ. ഒറ്റട്ട രാവിൽ കൂടുതൽ പ്രതീക്ഷിക്കാം, ഇരട്ട രാവുകളിലും പ്രതീക്ഷിക്കാം. ഈ 10 ദിവസവും പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിക്കാഫ് ഇരുന്നത് എപ്പോഴാണെന്നൊരു ചർച്ച പണ്ഡിത ലോകത്തുണ്ട്. ഉലമാക്കൾ പറയുന്നത് 21-ാം രാവിൻ്റെ രാത്രിയിൽ മഗ്‌രിബിൻ്റെ മുമ്പായി പള്ളിയിലെത്തണം, എങ്കിലേ ആ രാത്രി കൂടി കിട്ടുള്ളൂ. മഗ്‌രിബിന് ആൾ പള്ളിയിലുണ്ടായിരിക്കണം. ഒരു ഹദീസിലുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ ഫജ്ർ നമസ്കരിച്ചാൽ തൻ്റെ മുഅത്തഖഫിൽ പ്രവേശിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം ഫജ്റിന് ശേഷമാണ് എത്തിക്കാഫ് തുടങ്ങിയത് എന്നല്ല. അങ്ങനെ പറഞ്ഞ പണ്ഡിതരുണ്ട്. കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായം, അത് ഫജ്റിന് ശേഷം റസൂൽ പ്രത്യേകം കെട്ടിയ ടെൻറ്റിലേക്ക് മാറിയിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ശരിക്ക് അവസാന 10 എന്ന് പറയുമ്പോൾ രാത്രിയാണല്ലോ പ്രധാനം, അത് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നതുമാണല്ലോ. അതുകൊണ്ട് തന്നെ മഗ്‌രിബിന് മുമ്പ് തന്നെ പള്ളിയിൽ പ്രവേശിച്ച് മഗ്‌രിബോടുകൂടി എത്തിക്കാഫ് ആരംഭിക്കണം. എത്തിക്കാഫ് അവസാനിക്കേണ്ടത് ശവ്വാൽ മാസപ്പിറവി കണ്ടാൽ എത്തിക്കാഫ് അവസാനിക്കുന്നതാണ്. പക്ഷേ മുസ്തഹബായത് പണ്ഡിതന്മാർ പറഞ്ഞു, ചില സലഫുകളൊക്കെ പിറ്റേ ദിവസം പെരുന്നാളും കൂടി കൂടിയിട്ടായിരുന്നു നേരെ പള്ളിയിൽ നിന്ന് ഈദ്ഗാഹിലേക്ക് പോകും, എന്നിട്ട് വീട്ടിലേക്ക് പോയിരുന്നു. അവർ നിർബന്ധമൊന്നുമല്ല, നല്ലതാണെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു ആലം. ഇപ്പോൾ എഴുത്തിക്കാഫിനെ കുറിച്ച് മനസ്സിലായി, ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യവും മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സംശയം, ഇപ്പോൾ എഴുത്തിക്കാഫിനൊന്നും ഇരിക്കാനും പള്ളിയിലൊന്നും പോയി ഇരിക്കാനൊന്നും സമയമില്ല, പിന്നെ അവർ പല ജോലി തിരക്കും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അവർക്ക് ഈ ലൈലത്തുൽ ഖദറിൻ്റെ പ്രതിഫലം ലഭിക്കുമോ എന്നൊരു സംശയം. മാഷാ അല്ലാ, ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്, തൊഴിലാളികൾ, സ്ത്രീകൾ, അവരിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ കൂടുതൽ വരാറുള്ളത്. അൽഹംദുലില്ലാ, നമ്മുടെ നിയ്യത്തനുസരിച്ച് ലൈലത്തുൽ ഖദർ എല്ലാവർക്കുമുണ്ട്. മുസ്ലിമീങ്ങളാണോ? ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പരിശ്രമം ചെറിയ രൂപത്തിലാണെങ്കിലും നിങ്ങളിൽ നിന്നുണ്ടോ? അവർക്കതിൻ്റെ ഖൈർ ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അണുമണിത്തൂക്കം ഖൈറുണ്ടോ അവർക്കതിൻ്റെ ഗുണം കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എത്തിക്കാഫ് ഇരിക്കാൻ കഴിയില്ല. എത്തിക്കാഫ് ഇരുന്നാലേ ലൈലത്തുൽ ഖദർ കിട്ടുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആർത്തവകാരികൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ടില്ല. നിഫാസ് ഉള്ളവർക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ടില്ല. തൊഴിലാളികൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ടില്ല. ഇനി രാത്രിയിൽ നമസ്കരിച്ചാലേ ലൈലത്തുൽ ഖദർ കിട്ടുമോ? അതും പറഞ്ഞിട്ടില്ല. രാത്രിയെ ജീവിപ്പിക്കുക. ഒരാൾ ഇശാവും ഫജ്റും ജമാഅത്തായി നമസ്കരിച്ചാൽ തന്നെ അവർക്കത് പ്രതീക്ഷിക്കാമെന്നാണ്. ഇശാവും ജമാഅത്തായി നമസ്കരിച്ച രാത്രിയിൽ എന്തൊരു നന്മ ചെയ്താലും അതെ. അപ്പോൾ കൂടുതൽ അധ്വാനിക്കുന്നവർ കൂടുതലുണ്ട്, അതിൽ സംശയമില്ലല്ലോ. ആരാണോ കൂടുതൽ ചെയ്യുന്നത് അവർക്ക് കൂടുതൽ പ്രതിഫലം, കുറഞ്ഞു പോയവർക്ക് അതിനനുസരിച്ച്. പക്ഷേ എല്ലാവർക്കും ഉണ്ട്, തടയപ്പെടുകയില്ല എന്നർത്ഥം. പക്ഷേ ശിർക്ക് ഉണ്ടാവരുത്.
പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാണ്. അതുകൊണ്ട് ഉമ്മത്തിനെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ ഷിർക്കിൽ നിന്നും മുക്തമാവണം. നമുക്കറിയാം പല പേരുകൾ പറഞ്ഞുകൊണ്ട് ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് റമദാൻ 17 വന്നാൽ ബദരീങ്ങളുടെ ആണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കും. ആ ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്തതും പലരും ഷഹീദായതുപോലും എന്തിനാണ്? അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ്. ഈ യുദ്ധമുണ്ടായതും പലരും ഷഹീദായതും അതിൻ്റെ പേരിലാണ്. എന്നിട്ടും ആ റമദാൻ 17 തിരഞ്ഞെടുത്തിട്ട് ആ റമദാൻ 17 ആ ബദരീങ്ങളോട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം ദയനീയമായ അവസ്ഥയാണ്. ബദരീങ്ങളോടോ മുഹിദ്ദീൻ ഷെയ്ഖിനോടോ ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കരുത്, ഷിർക്കുണ്ടാവരുത് എന്ന് ചുരുക്കം. അപ്പോൾ ബദരീങ്ങളാണ്ടുമായി ബന്ധപ്പെട്ട് ഉസ്താദ് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ബദരീങ്ങളാണ്ട് ഒരു റമദാനിൽ കഴിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്നത് അതീവ ഗുരുതരമായ 2 പാപങ്ങളാണ്. ഒന്ന് ഷിർക്ക്, മറ്റൊന്ന് ബിദ്അത്ത്. തീർച്ചയായും ഈ 2 ഗുരുതരമായ പാപങ്ങൾ ചെയ്യുന്നതോടുകൂടി അതുവരെ ചെയ്തതൊക്കെ ബാത്തിലാക്കുന്ന പണിയാണ് തീർച്ചയായും യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ ചെയ്യുന്നത്. വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും. ഇനി മറ്റൊരു ചോദ്യം, ഇപ്പോൾ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് പറയുന്നത്. അതെ അതെ. അപ്പോൾ ഒരു നോമ്പുകാരൻ ധാരാളമായി ചെയ്തിരിക്കേണ്ട പുണ്യങ്ങൾ എന്തൊക്കെയാണ്? മാഷാ അല്ലാഹ്. അതിൽ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു മലക്ക് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. പുണ്യമുദ്ദേശിക്കുന്നവരെ മുന്നോട്ട് വരുന്ന. ആ പുണ്യം ഏതാണെന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഖൈറായതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്, എല്ലാ നന്മകളിലും മുന്നേറുക എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ ബാഗി അൽ ഖൈർ എന്ന് പറഞ്ഞ ഒരു വേർഡ്, ബാഗി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക എന്നാണ്. ഉലമാക്കൾ അതിലൊരു പോയിൻ്റ് പറഞ്ഞു തന്നു, മാക്സിമം നന്മകൾ ഉദ്ദേശിക്കുക, ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്താൽ മതി. പക്ഷേ നിയ്യത്ത് സഹീഹാണെങ്കിൽ ചെയ്യാത്തതിൻ്റെയും കൂലി കിട്ടും. അപ്പോൾ അതൊരു നല്ല പരലോകത്തേക്കുള്ളൊരു നല്ലൊരു ഐഡിയ ആണത്. അതുകൊണ്ട് ഖൈറുകൾ മാത്രം നിയ്യത്താക്കുക, ഷർറുകൾ നിയ്യത്താക്കരുത്. അതാണ് വയാ ബാഗിയ ഷർരി അക്സിർ. തിന്മ ഉദ്ദേശിക്കുന്നവരെ എന്നാണ്. എന്ന് പറഞ്ഞാൽ റമദാനിൽ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കാൻ പോലും പാടില്ല. തെറ്റ് ചെയ്യൽ പോട്ടെ, തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, അതൊഴിവാക്കുക. നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, മാക്സിമം അമലാക്കുക. എങ്കിൽ ആ നിയ്യത്തിന് പോലും എന്തുണ്ട്? കൂലിയുണ്ട്. അതേ സന്ദർഭത്തിൽ റമദാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാൾക്കൊരു റമദാൻ കിട്ടിയിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടട്ടെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് മഗ്ഫിറത്താണ്. അതുകൊണ്ട് റമദാനിൽ നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറിനാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞാൻ എന്താണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചപ്പോൾ അവിടെയും റസൂൽ കൊടുത്ത മറുപടി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണേ, നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു. പൊറുക്കലിന് തേടുകയാണ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരുന്നാൽ പോലും 100-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്ന് സ്വഹാബികൾ പറയാൻ. ആരുടെ കർമ്മങ്ങളുടെ രേഖയിലാണോ ഇസ്തിഗ്ഫാർ കൂടുതൽ കാണുന്നത് അവർക്ക് മംഗളമുണ്ട്, സ്വർഗമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റമദാനിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇസ്തിഗ്ഫാറിനാണ്. മാപ്പിനെ തേടുക റബ്ബിനോട്, കഴിഞ്ഞു പോയ തിന്മകളൊക്കെ പുറത്ത് കിട്ടാൻ വേണ്ടി. ഒരു നല്ല മനുഷ്യനായി നമുക്ക് റമദാനിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. കാരണം ചില ഹദീസുകളിലുണ്ട്, അള്ളാഹുവിനെ കൂടുതൽ ദിക്ർ ചെയ്യുന്നതാരാണോ അത്തരം ഇബാദത്തുകളാണ് കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത്. വല ദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിനെ ഓർക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പം നമസ്കാരത്തിലാണെങ്കിലും ഹജ്ജാണെങ്കിലും മറ്റേത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ പ്രതിഫലം. അതുകൊണ്ട് സായിമുകൾ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ നോമ്പിൻ്റെ വിഷയം പറയുന്നിടത്താണ് ദുആയെക്കുറിച്ച് പറഞ്ഞത്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അതുകൊണ്ട് തന്നെ നോമ്പുകാർക്ക് ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥന ഉണ്ട്. ധാരാളമായി അവർ പ്രാർത്ഥിക്കട്ടെ. ഖുനൂത്തിലുള്ള പ്രാർത്ഥന, ഇമാമിൻ്റെ കൂടെ ആമീൻ പറയുന്നതിലൊക്കെ ശ്രദ്ധിക്കുക. അല്ലാതെയും ധാരാളമായി നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ ദുആകൾ ധാരാളം വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നത് കാന അജ്വദന്നാസ് വക്കാന അജ്വദമായ യകൂനു ഫി റമദാൻ. റമദാനിൽ കൂടുതൽ ഔദാര്യവാനായിരുന്നു എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സലഫുകൾ പറയാറുണ്ട്, റമദാൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഖിറാഅത്തുൽ ഖുർആൻ വ ഇത്ആമുത് തആം. ഒന്ന് ഖുർആൻ ഓതൽ, മറ്റൊന്ന് പാവങ്ങൾക്ക് ഭക്ഷണം നൽകൽ. അപ്പോൾ ധാരാളമായി പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക.
വീശിയടിക്കുന്ന കാറ്റ് പോലെ എന്നാണ് പറഞ്ഞത്. വീശിയടിക്കുന്ന കാറ്റിൻ്റെ സ്വഭാവം അത് ശക്തമായിരിക്കും എന്ന് പറഞ്ഞാൽ അലസതയോ മടിയോ സാവകാശം ഉണ്ടാവില്ല. സ്പീഡിൽ പിശുക്കില്ലാതെ കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ വീശിയടിക്കുന്ന കാറ്റ് വ്യാപിക്കും, ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാനധർമ്മങ്ങൾ വ്യാപിക്കണം, നമ്മുടെ കുടുംബക്കാരിലേക്ക്, അയൽവക്കങ്ങളിലേക്ക്, നാട്ടുകാരിലേക്ക്, ഇനി നമ്മുടെ നാടല്ലാത്ത നാടുകളിലേക്ക് പോലും സേവനങ്ങൾ പോകുന്ന മാസമാണ് റമദാൻ. ആ നിലക്ക് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. പിന്നെ രാത്രി നമസ്കാരം, അത് നമ്മൾ തറാവി നമ്മൾ നമസ്കരിക്കുന്നു, അൽഹംദുലില്ലാഹ് ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ രാത്രി നമസ്കാരത്തിൻ്റെ കൂലി കിട്ടും. അതൊരു ഫളലും ഒരു റുഖ്സയുമാണ്. അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കേണ്ടതില്ല എന്നല്ല. രാത്രിയെ സജീവമാക്കുക. ധാരാളമായി ഒരാൾക്ക് നമസ്കരിക്കാൻ തോന്നുകയാണെങ്കിൽ ആ വ്യക്തി വിത്തറിന് ശേഷവും വീണ്ടും വീട്ടിൽ വന്നിട്ടും മറ്റും ഈരണ്ടായി രാത്രിയെ ധാരാളമായി സജീവമാക്കുക, കൂടുതൽ നമസ്കരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഖുർആനിൻ്റെ പാരായണം, ഇങ്ങനെ തുടങ്ങി നന്മകളിലൊക്കെ മുന്നേറുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. അതേപോലെ തന്നെ ദഅവത്തിന് വളരെ വലിയൊരു പ്രാധാന്യം റമദാനിലുണ്ട്. നമുക്കറിയാം ബദർ യുദ്ധം നടന്നത് റമദാനിലാണ്. പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഹിദായത്ത് കിട്ടട്ടെ, അതുകൊണ്ട് തന്നെ ധാരാളം നന്മകൾ പറഞ്ഞു കൊടുക്കുക, തിന്മയിൽ നിന്ന് വിലക്കുക, നല്ല നല്ല പ്രഭാഷണങ്ങൾ, വയലുകൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും ഒരു വർധനവുണ്ടാവേണ്ട മാസമാണ് റമദാൻ മാസം. അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നമുക്ക് ആ വിഷയത്തിൽ ധാരാളം ചര്യകൾ മനസ്സിലാക്കാനുണ്ട്. നമ്മളൊന്നും ഓടിച്ചു പോയിട്ടേ ഉള്ളൂ. ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ അതിൻ്റെ ഓരങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചിട്ടേ ഉള്ളൂ. ആഴങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അഹ്കാമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. റബ്ബ് തൗഫീക്ക് നൽകിയാൽ പിന്നീടുള്ള അവസരങ്ങളിലാവാം ഇൻഷാ അള്ളാഹ്. തൽക്കാലം നമുക്ക് റമദാനിൽ നബിയുടെ കൂടെയുള്ള ഒരു റമദാൻ എന്നുള്ള വിഷയത്തിൽ തൽക്കാലം നാം ഈ ഒരു ഖദറിൽ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാഹ് ധാരാളം അറിവുകൾ റമദാനുമായി ബന്ധപ്പെട്ട് ഈ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാ നോമ്പുകാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇബാദത്തിൻ്റെ ഏറ്റവും മഹനീയമായ സന്ദർഭങ്ങളാണ്, നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. സാന്ദർഭികമായി പറയട്ടെ, അവസാനത്തെ 10 കടന്നു വരുന്നത്. അത് ടെക്സ്റ്റൈൽസുകളിലും ഷോപ്പിങ്ങുകളിലുമായിട്ട് ചെലവഴിച്ച് അതിൻ്റെ ഹുർമത്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തും. അഹ്സൻത്, ജസാക്കുമുല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.